സുബർ സാറാണ്. നമ്മളിന്ന് +1 മോഡലിന് വന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന ചാപ്റ്റർ ലീനിയർ ഇൻഇക്വാലിറ്റീസ്. അതിനുള്ളിലൊരു ചോദ്യം എനിക്ക് തോന്നുന്നു മിക്ക കുട്ടികളും തെറ്റിച്ച് കളഞ്ഞ് കാണാനുള്ള സാധ്യതയുണ്ട്. ഈ ക്വസ്റ്റ്യനാണ് വന്നത്. ഇത് തെറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാറില്ല. കാരണം ഇച്ചിരി ചെറിയ പ്രോബ്ലംസുകൾ ഇതിനൊക്കെ മുന്നേ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വർഷത്തെ മിക്ക ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കാണെങ്കിലും അതിനുള്ളിലുള്ള വരുന്ന ചോദ്യം ഇത്തിരി ടഫായിരുന്നു. അപ്പം അതിനാൽ തന്നെ മിക്ക കുട്ടികളും തെറ്റിച്ച് കാണും. പിന്നെ ചില കുട്ടികളൊക്കെ ഇത് റെഡിയാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു 80% ഉറപ്പിച്ച് ഞാൻ പറയാം ഇത് തെറ്റിച്ചിട്ടുണ്ട്. അപ്പം അവനെയാണ് നമ്മൾ ചെയ്തു തരുന്നത്. ഇങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സിലെയും നമുക്ക് എക്സാമിന് വന്ന ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒട്ടും മടിക്കൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് പിന്നെ നമ്മുടെ പബ്ലിക് എക്സാം വരെ ഇതേപോലുള്ള ക്ലാസ്സുകൾ കാണും. പിന്നെ നിങ്ങളുടെ +1 ക്രാഷിന് ഇപ്പോൾ ജോയിൻ ചെയ്യാം. കുട്ടികൾ ഒത്തിരി ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നോട്ട്സും തന്ന് റിവിഷൻ ക്വസ്റ്റ്യൻസും ആൻസറോടെ തന്നുള്ള ക്ലാസ്സാണ് തരുന്നത്. ഇത് വളരെ വേഗത്തിൽ ഫുൾ മാർക്കിൽ എത്തിക്കുന്ന രീതി. ഓക്കെ, ഇതിന് ഇത്രമേ ഉള്ളൂ ആകെയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാവരും വായിക്കുക. സോൾവ് ദ ഇൻഇക്വാളിറ്റി എന്നാണേ. ഈ ഫ്രാക്ഷൻ വരുമ്പോഴേ ഓർത്തണം, അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട്, ഫ്രാക്ഷൻ ഉണ്ട്. എന്തായാലും ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. ഈ 2 ഇവിടെ കിടക്കാൻ പാടില്ല, ഈ 4 ഇവിടെ കിടക്കാൻ പാടില്ല. ഇവനെല്ലാം ഓടിക്കണം അവിടുന്ന് കേട്ടോ. ഇവനക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പണി നടക്കണം. ഇവിടെ ഇപ്പോൾ ഇവനെ ഓടിക്കാൻ കറക്റ്റായിട്ട് whole/2 ഇവിടെ whole/4 അല്ല. അതാണ് ആദ്യത്തെ. അപ്പം നമ്മൾ ആദ്യം ഈ 4നെ whole divided by ആക്കണം. അതിനുവേണ്ടി ലെഫ്റ്റ് സൈഡ് നോക്കി എഴുതി 4 - 3x/2 > ഇവിടെ ഒരു /1 വെച്ചുകൊണ്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 1 × 1 - x ആര് തന്നെയാ മോനെ 1 - x അല്ലയോ. 1 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്താൽ -4 × 2 8 4 × 1 4. ദാറ്റ് ഈസ് 4 - 3x/2 > 1 - x - 8 എന്ന് പറയുമ്പോൾ 1 - 8 -7 - x/4. ഓക്കെ, 1 - 8 -7 പിന്നെ -x/4. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 4 ഇങ്ങോട്ടിങ്ങ് വരും, 2 ഇങ്ങോട്ടും വരും. വേണമെങ്കിൽ ഈ 2 കൊണ്ട് 4നെ വെട്ടാം, പക്ഷേ അതൊന്നും ഒത്തിരി പേര് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. ദാറ്റ് ഈസ് 4 × 4 - 3x > 2 × -7 - x. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4 × 4 16, 4 × 3 12x. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് > 2 × -7 -14, 2 × -x -2x. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടിക്കാം കേട്ടോ. -12x ഈ -2xന് ഇപ്പുറത്ത് നിന്ന് +2x ആക്കി എന്ന് പറഞ്ഞാൽ x ഉള്ളതെല്ലാം ഇടത്തെ സൈഡിലാക്കി എന്നർത്ഥം. x ഇല്ലാത്ത -14 അവിടെ എഴുതി, ഈ +16 അപ്പുറത്ത് വരുമ്പോൾ -16. അപ്പം അത് ഓക്കെ ആയി. -12x +2x എന്ന് പറയുമ്പോൾ -10x എന്ന് വരും. ഓക്കെ, -12ഉം +2ഉം ചേരുമ്പോൾ -10x. -14 -16 എന്ന് പറയുമ്പോൾ -30 വരും. നല്ല കുഴപ്പമില്ലാത്ത അടിപൊളി നമ്പർ ഓഫ് ഫ്രാക്ഷൻ ഒന്നും വരാതെ കിട്ടും. ഈ ഇക്വേഷനിൽ നിന്നും എക്സിനെ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ഇൻഇക്വാലിറ്റി സൈൻ മാറ്റണം മോനെ. ബിക്കോസ് ഈ എക്സിൻ്റെ കൂടെ കിടക്കുന്ന നമ്പറിന് എന്തുണ്ട്, മൈനസ് ഉണ്ട്. അപ്പോൾ ഈ -10 ആണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാലിറ്റി സൈൻ മാറും. ഓക്കെ, അപ്പോൾ -30 / -10 ദാറ്റ് ഈസ് x < 3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ x എലമെൻറ്റ് ഓഫ് -∞ to 3 ഇങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ എഴുതേണ്ടത്. എക്സിൻ്റെ വാല്യൂ 3ൽ കുറവേ എന്നർത്ഥം. ഇനി ഇതിൻ്റെ വേണമെങ്കിൽ നമുക്ക് ജോമെട്രിക്കലൂടെ വല്ലതും ചോദിച്ചാൽ ഇതാണ് ഇത്രയേ ഉള്ളൂ. 0 1 2 3. ഓക്കെ, ഇത് +∞, ഇതാരാ -∞. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കേട്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ടൊന്ന് ഷെയ്ഡ് ചെയ്തേക്കണം. ദാറ്റ്സ് ബോൾഡ് ആക്കുക. അത്രയേ ഉള്ളൂ. 3 ഉൾപ്പെടെയാണ്. അവിടെ 3യുടെ അവിടെയും ബോൾഡ് ആയിരിക്കണം. ക്ലിയർ ആയല്ലോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കിത് ചെയ്തെടുക്കുമ്പോൾ എങ്ങും തെറ്റരുത്. നിങ്ങളിപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ ഇത് സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങളിതിനെ 2 തവണ കണ്ടിട്ട് ഒരു ബുക്കിലോട്ട് എടുത്ത് വെച്ച് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ എവിടം വരെ പോകുന്നു നോക്കണം, വീഴാതെ. ഓക്കെ, എവിടെയെങ്കിലും വീഴാൻ തോന്നുമ്പോൾ നോക്കിയേക്കുക. അല്ലാതെ അങ്ങ് നോക്കി അങ്ങ് എഴുതി തീർക്കുക, ഒരു പ്രയോജനമില്ല. അപ്പോൾ പഠിച്ച ശേഷം നോക്കാതെ എഴുതുക. പിന്നെ ഞാൻ പറഞ്ഞു മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഗുഡ് ബൈ.